ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ യൂബർ പോലത്തെ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്യുന്ന കസ്റ്റമർക്ക് വേണ്ടി മാത്രമാണ്. ഇപ്പോൾ വേണ്ട മുകളിലോട്ട് വേണ്ട 263.57 രൂപ. അത് ഊബർ ബുക്ക് ചെയ്യുമ്പോൾ ഡ്രൈവർക്കുള്ള എമൗണ്ടാണ്. അതിൻ്റെ തൊട്ടടുത്ത് കൊടുത്ത് വേണ്ട 255.89 രൂപ. ഈ എമൗണ്ടാണ് ക്യാഷ് കളക്ഷൻ. പക്ഷേ മിക്ക കസ്റ്റമറും എന്ത് ചെയ്യും, ആ 89 പൈസ അങ്ങോട്ട് വിടും, 255 രൂപ അതങ്ങോട്ട് ചെയ്യും. പക്ഷേ അത് ആ 89 പൈസ ഡ്രൈവർക്ക് നഷ്ടമാണ്. നിസ്സാര എമൗണ്ടാണ് കസ്റ്റമർക്ക് ലാഭം കിട്ടണമല്ലോ. പരമാവധി അപ്പോൾ നമ്മളെ യൂബറൊക്കെ ബുക്ക് ചെയ്യുന്ന കസ്റ്റമർ ഫുൾ എമൗണ്ട് ഇടാൻ നോക്കുക. അതിൻ്റെ തൊട്ട് താഴത്ത് നോക്കിക്കോട്ടെ, 147.96 പൈസയാണ് ഡ്രൈവർക്ക് കിട്ടുന്ന എമൗണ്ട് ആ ഒരു ഓട്ടോ ഓടിയാൽ. പക്ഷേ ക്യാഷ് കളക്ഷൻ കൊടുത്തേക്കണ 169.93 രൂപ. അപ്പോൾ ഈ 93 പൈസ ഇടില്ല, 169 രൂപ ഇടും. അത് ആ 93 പൈസയും കൂടി ഇടുകയാണെങ്കിൽ ആ ഡ്രൈവർക്ക് ആ കറക്റ്റ് പൈസ കിട്ടി നിൽക്കാം. നിങ്ങൾക്കിപ്പോൾ അത് റൗണ്ട് ചെയ്തിടുകയാണെങ്കിൽ ഒരു 7 പൈസയുടെ വ്യത്യാസം വരുള്ളൂ. പക്ഷേ നിങ്ങളത് കുറച്ചിട്ട് 169 രൂപ ഇടുമ്പോൾ 93 പൈസയാണ് ഡ്രൈവർക്ക് നഷ്ടം വരുന്നത്. അതായത് ഏകദേശം 1 രൂപ നഷ്ടമാണ്. ഒരു 19 ട്രിപ്പ് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഡ്രൈവർക്ക് അത്രയും നഷ്ടം വന്നില്ലേ. ഇപ്പോൾ ഓടുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ ഹാഫ് റേറ്റാണ് ഊബർ കൊടുക്കണുള്ളൂ ഡ്രൈവർക്ക്. റിട്ടേണും കൂടി ഓട്ടം കിട്ടിയാൽ മാത്രമാണ് ഡ്രൈവർക്ക് ആ ഒരു ട്രിപ്പിൽ ലാഭമുള്ളൂ. പിന്നെ നിങ്ങൾ പിക്ക് ചെയ്യാൻ വരുന്ന കിലോമീറ്റർ ചിലപ്പോൾ 5 കിലോമീറ്റർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ, എനിക്കൊക്കെ കിട്ടിയിട്ടുണ്ട് 12 കിലോമീറ്ററൊക്കെ പോയിട്ട് പിക്ക് ചെയ്യാനുള്ള ഒരവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട് നിസ്സാര എമൗണ്ടിൻ്റെ ഓട്ടത്തിന് വേണ്ടി. അതായത് 6-7 കിലോമീറ്ററിൻ്റെ ഓട്ടത്തിന് വേണ്ടി 12 കിലോമീറ്റർ വരെ പോയിട്ട് കസ്റ്റമറെ പിക്ക് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കിട്ടാനില്ല. പക്ഷേ ഊബർ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് വണ്ടി കിട്ടും എന്നുള്ളൊരു ഉറപ്പിന് വേണ്ടി, അതായത് ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കസ്റ്റമർക്ക് വണ്ടി കിട്ടും എന്നുള്ളൊരു ഉറപ്പിന് വേണ്ടി മാത്രമാണ് അത്രയും കിലോമീറ്റർ വന്നിട്ടാണെങ്കിലും പിക്ക് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ തേപ്പും തേറി എന്ത് പറഞ്ഞാലും അതെല്ലാം കേട്ട് നിങ്ങളോട് ക്ഷമയും പറഞ്ഞ്, നമ്മുടെ പേരിൽ തെറ്റൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ അടുത്ത് ക്ഷമയും പറഞ്ഞ് ഒക്കെ നിങ്ങളോടൊപ്പം നിന്ന് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ തരുന്ന പേയ്മെൻറ്റെങ്കിലും നമ്മളോട് മര്യാദ കാണിക്കണമെന്ന് പറയില്ല, പക്ഷേ തരുന്ന പേയ്മെൻറ്റെങ്കിലും കറക്റ്റായിട്ട് തരാം. ചിലവർക്ക് നമ്മൾ എന്തൊക്കെ സഹായം ചെയ്ത് കൊടുത്താലും അവരത് സിംഗിൾ സ്റ്റാർ എന്നിട്ട് പോകും. അതൊക്കെ ഞങ്ങളെ ഓട്ടത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്നൊരു റിപ്പോർട്ടിന് ഞങ്ങളെ അക്കൗണ്ട് വരെ ഊബർ ബ്ലോക്ക് ചെയ്ത് കളയും. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അനാവശ്യമായിട്ട് കുറേ റിപ്പോർട്ട് കൊടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് കിട്ടുന്ന പേയ്മെൻറ്റോ അതും വരിക തരില്ല. അപ്പോൾ ഏതൊരു കസ്റ്റമറാണെങ്കിലും വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ അതിൽ ഞങ്ങൾ ഡ്രൈവറുടെ ആപ്ലിക്കേഷനിൽ കാണിക്കും ക്ലോസ് ചെയ്യുമ്പോൾ എമൗണ്ട്, നിങ്ങളുടെ ആപ്ലിക്കേഷനിലും കാണിക്കും. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നോക്കിയിട്ടെങ്കിലും ആ പേയ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്തു തരാം. ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് 155.09 രൂപ ഡ്രൈവർക്കുള്ളൂ, 219.96 രൂപ ക്യാഷ് കളക്ഷൻ. അതിൽ 96 പൈസ നോക്കില്ല, 219 രൂപ നോക്കുള്ളൂ. അതിട്ടെന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകും. ആ 96 പൈസ ഡ്രൈവർക്കാണ് നഷ്ടം. ഡ്രൈവർ ആ 96 പൈസയ്ക്ക് വരെ ഊബറിന് കമ്മീഷൻ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട ഒരു 15 രൂപ 4 പൈസ. അത് 10 കിലോമീറ്റർ ഓടി ചെന്നിട്ട് അവിടെ കസ്റ്റമർ ഇല്ല, അവിടെ ചെന്നപ്പോഴേക്കും കസ്റ്റമർ ക്യാൻസൽ ചെയ്തു. അത് 10 കിലോമീറ്റർ ഓടി ചെന്നിട്ടാണ് കേട്ടോ കസ്റ്റമർ ക്യാൻസൽ ചെയ്യുന്നത്. അപ്പോൾ ഈ 15 രൂപ കിട്ടിയാൽ മതിയാ ഈ ഡ്രൈവർക്ക്. 10 കിലോമീറ്റർ ഓടുന്ന ഇന്ധനം, അതിൻ്റെ ഒപ്പം തന്നെ റണ്ണിങ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ട് ഊബറിൽ. എന്നുവെച്ചാൽ 14 മണിക്കൂർ റണ്ണിങ് ടൈമാണ്. ഊബർ ഓൺ ചെയ്ത് വണ്ടി മൂവ് ചെയ്ത് അപ്പം പൈസയാണ്. അല്ല, ഊബർ ഓൺ ചെയ്തിട്ട് വണ്ടി മൂവ് ചെയ്ത് അപ്പം ടൈം പോയിക്കൊണ്ടിരിക്കും. ട്രിപ്പ് അടിച്ച് വെറുതെ നമ്മൾ നോക്കി നിന്നാലും ടൈം പോകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ അനാവശ്യമായിട്ട് ഊബർ ബുക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് വണ്ടി ആവശ്യമാണോ നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യുക, വണ്ടി വരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. വണ്ടി വരും, നിങ്ങൾ പോവുക. അല്ലാതെ അനാവശ്യമായിട്ട് ഒരിക്കലും വണ്ടി ബുക്ക് ചെയ്യരുത്. ഇപ്പം ഞാൻ അവിടെ നിർത്താണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.
ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുക. കാരണം എല്ലാ കസ്റ്റമറുടെ കയ്യിലും ഈ വീഡിയോ എത്തണം, എങ്കിലേ അവർക്കൊക്കെ മനസ്സിലാവുള്ളൂ. അതായത് ഒരു ഡ്രൈവറുടെ അവസ്ഥ മനസ്സിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.